ഈ ഒരു ദിവസം എല്ലാ ദിവസവും റോഡിൽ കൂടെ 250-300 കിലോമീറ്റർ വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. റോഡിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് സൊമാറ്റോക്കാരോ ഈവൻ ചെത്ത് പിള്ളേരോ അല്ല. മറ്റൊരാൾക്ക് ഡേഞ്ചർ ആവുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുന്നത് പ്രൈവറ്റ് ബസ്സുകാരും KSRTC ബസ്സുകാരും. ടൗണിനകത്തും വളരെയധികം പ്രശ്നം തന്നെയാണ്. പോലീസുകാരെ കാണുമ്പോൾ മാത്രം അവരും സ്ലോ ചെയ്യാറുണ്ട്. അല്ലാത്തപ്പോൾ റോഡ് മുഴുവൻ അവരുടെയാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഓടിക്കുക. ഒരു ഓട്ടോയ്ക്ക് കടത്താൻ പറ്റാത്ത സ്ഥലത്ത് പോലും അവർ കയറ്റിക്കൊണ്ട് പോകും. ഓട്ടോക്കാരോട് എനിക്കിപ്പോൾ അത്ര വലിയ അഭിപ്രായമില്ല. അവരെ സിഗ്നൽ കാണിക്കില്ല, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ല, അതിനേക്കാൾ വലിയ അപകടമാണ് ആസ് എ ഹെവി ഡ്രൈവർ ഞാൻ പറയുന്നു ഇവിടുത്തെ ബസ്സുകൾ ഓടിക്കാൻ. പ്രത്യേകിച്ച് ഒരു മത്സരവട്ടം പലപ്പോഴും ഒരു സമയം സംഭവിക്കും. ആ മത്സരവട്ടം വരുമ്പോൾ ഏറ്റവും ഡേഞ്ചർ. പലപ്പോഴും ഇഞ്ചസിന്റെ ഗ്യാപ്പിൽ ഞാനും ബാക്കിയുള്ള പലരും രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വളരെയധികം ഡേഞ്ചറാണ്. കംപ്ലൈന്റ് ചെയ്യാറില്ല. അവർ പലപ്പോഴും പോലീസിന്റെ അടുത്തെങ്കിലും എത്തുമ്പോൾ ഇവർ മര്യാദയ്ക്കായിരിക്കും. പ്രൂഫില്ലല്ലോ, പിന്നെ ഇതിന്റെ പുറകെ പോകാൻ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് ഇന്നത്തെ യുഗമാണ്. ചുമ്മാ ഇരിക്കുന്ന മനുഷ്യന്മാരെ പോലും പലരും ക്യാമറ വെച്ച് കൊടുക്കും. ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കും ഇവരെ തന്റെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ബസ്സുകാർ പോകുന്നത്. പ്രൈവറ്റ് ബസ്സുകാരുടെ പോക്ക് പല ബസ്സുകളുടെയും പുറകെ എഴുതി വെച്ചിട്ടുണ്ട് ഇവര് റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ നമ്പർ. പക്ഷേ റാഷ് ഡ്രൈവിംഗ് നമ്പർ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്പർ വായിക്കാൻ എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും അവരെ കടത്തിക്കൊണ്ട് പോയിരുന്നു. പലപ്പോഴും ഈ ലെവൽ ക്രോസിൽ വണ്ടി നിൽക്കുമ്പോൾ നമ്മൾ വണ്ടി നിൽക്കുമ്പോൾ പോലും റോഡിന്റെ വലതുവശത്തേക്ക് ബൈക്കുകാർ കയറ്റിക്കൊണ്ട് പോകുന്നത് പിന്നെ അതന്നെ അവർക്ക് പ്രശ്നമാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്നതാണ്. ഒരു ബസ് വലതുവശത്തേക്ക് കൊണ്ട് റെയിൽവേ ഗേറ്റിന്റെ ഏറ്റവും വണ്ടി വലത്തെടുത്തുകൊണ്ട് നിർത്തിയാണെന്ന് മനസ്സിലാക്കുക. അത്ര ബസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അതേപോലെ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിലും രണ്ടുപേർക്കും പോകാൻ വഴിയില്ല. റോഡ് റൈറ്റ് സൈഡിലാണ് നിർത്തിയിരിക്കുന്നത്.